മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത അമ്മയിലെ തർക്കവുമായി ബന്ധപ്പെട്ടാണ്. കഴിഞ്ഞ ദിവസമാണ് അമ്മയിലെ വനിതാ അംഗങ്ങൾ പെൺമക്കൾ ചേർന്നൊരു വാട്സപ്പ് ഗ്രൂപ്പൊക്കെ രൂപീകരിക്കുകയും അതിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ചർച്ചകൾ വരികയും ചെയ്തു. അത് മാത്രമല്ല പുതിയൊരു തെരഞ്ഞെടുപ്പ് ആവശ്യപ്പെടണമെന്നും ജനറൽ ബോഡി വിളിച്ചു ചേർക്കണമെന്നും ഒക്കെയുള്ള ആവശ്യം മാലാ പാർവതി അടക്കം ഉന്നയിച്ചിരുന്നു. പക്ഷേ അതിൻ്റെ പിന്നീടുള്ള സ്ഥിതിഗതികൾ വ്യക്തമായിട്ടില്ല. അതിന് എത്രത്തോളം പിന്തുണ വന്നിട്ടുണ്ട് എന്നറിയില്ല. 120ഓളം അംഗങ്ങൾ ഉള്ളൊരു വാട്സപ്പ് ഗ്രൂപ്പിലാണ് ഈ സന്ദേശമൊക്കെ വന്നത്. ചില പുരുഷ അംഗങ്ങളും ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണവുമായി ബന്ധപ്പെട്ട് പിന്തുണ നൽകി കലാഭവൻ ഷാജോൺ അടക്കം എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ നടി ലക്ഷ്മിപ്രിയക്കെതിരായി ഉള്ള പരാതിയിൽ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് നടി അൻസിബ ഹസൻ ഹൈക്കോടതിയിലേക്ക് പോവുകയാണ്. അൻസിബയുടെ ഹർജി നേരത്തെ കീഴ്ക്കോടതി തള്ളിയ ഒരു പശ്ചാത്തലമുണ്ട്. ഇതിനെ തുടർന്നാണ് അൻസിബ ഇപ്പോൾ ഹൈക്കോടതിയിലേക്ക് പോകുന്നത്. കേസെടുക്കാനാവില്ല എന്ന് എറണാകുളം CJM കോടതിയാണ് ഉത്തരവിട്ടത്. മാനനഷ്ട കേസുമായി മുന്നോട്ട് പോകാമെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു. നവമി തുടരുന്നുണ്ട്. നവമി നിയമപോരാട്ടം അമ്മയിൽ പുരോഗമിക്കുകയാണ്. അൻസിബ രണ്ടും കൽപ്പിച്ചാണ് എന്ന് വേണം കരുതാൻ. അൻസിബയ്ക്ക് കാര്യമായ പിന്തുണ പല മേഖലകളിൽ നിന്നുമുണ്ട്. ഒരു ഭാഗത്ത് സംഘടനയിൽ തല്ല് കാര്യമായി തുടരുന്നു, മറുഭാഗത്ത് കോടതിക്കും പോലീസിനും സ്വസ്ഥതയില്ല ഈ അമ്മ എന്ന സംഘടനയെക്കൊണ്ട്. എന്താണ് സംഭവിക്കുന്നത്? അത് തന്നെയാണ് രഞ്ജിത്ത്. എന്തായാലും അൻസിബ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ഇന്നലെ മജിസ്ട്രേറ്റ് കോടതിയായിരുന്നു അൻസിബയുടെ ഹർജി പരിഗണിച്ചത്. അത് ലക്ഷ്മിപ്രിയ ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളും വ്യക്തിഹത്യ ചെയ്യുന്ന പരാമർശങ്ങളും അതിൽ കൂടി നടത്തി എന്നാണ് അൻസിബ കണ്ടെത്തിയിരിക്കുന്നത്. അത് ശ്വേതാ മേനോനും അതിൽ ഗൂഢാലോചനയിൽ പങ്കുണ്ട്. ഒപ്പം യൂട്യൂബ് ചാനലിന്റെ ഉടമ എന്നീ 3 പേർക്കെതിരെയായിരുന്നു പരാതി നൽകിയത്. ആദ്യം പാലാരിവട്ടം പോലീസിന് പരാതി നൽകി. പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ ഇതൊരു മാനനഷ്ടത്തിന് കേസ് കൊടുക്കാം, അതിനപ്പുറത്തേക്ക് ഒരു ക്രിമിനൽ കേസായിട്ട് ഇതിനെ പരിഗണിക്കാൻ കഴിയില്ല, സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന തരത്തിൽ കേസെടുക്കാൻ കഴിയില്ല എന്നായിരുന്നു പാലാരിവട്ടം പോലീസ് കണ്ടെത്തിയത്. ഇത് അൻസിബയെ അറിയിക്കുകയും ചെയ്തു. പിന്നീട് പാലാരിവട്ടം പോലീസ് കോടതിയിൽ അത് റിപ്പോർട്ട് നൽകി. ഇന്നലെ ആ റിപ്പോർട്ട് പരിഗണിക്കുന്നതിന് മുൻപ് തന്നെ അൻസിബ കോടതിയെ സമീപിച്ചു. കോടതിയിലും പ്രതിഭാഗത്ത് നിൽക്കുന്നത് പാലാരിവട്ടം SI, അതോടൊപ്പം തന്നെ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറാണ്. ഇവർക്കെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് മജിസ്ട്രേറ്റിന് മുന്നിൽ സെഷൻസ് കോടതിയിൽ അൻസിബ പോവുകയും ചെയ്തത്. എന്തായാലും ഇന്നലെ ഹർജി പരിഗണിച്ചപ്പോഴും കോടതി സമാനമായ നിരീക്ഷണം തന്നെയാണ് നടത്തിയത്. അൻസിബയ്ക്ക് മാനനഷ്ടത്തിന് കേസ് കൊടുക്കാം, അല്ലാതെ ഇതിപ്പോൾ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന വകുപ്പ് ചുമത്തി പോലീസിന് കേസെടുക്കാൻ കഴിയില്ല എന്ന് കോടതിയും ഉത്തരവിട്ടു. 29-ാം തീയതി അൻസിബയ്ക്ക് നേരിട്ട് കോടതിയിൽ വന്ന് മൊഴി നൽകാം എന്നുകൂടി പറയുന്ന സാഹചര്യമുണ്ടായി. എന്തായാലും ഇപ്പോൾ അൻസിബയുടെ നിലപാട് മജിസ്ട്രേറ്റിന്റെ ഉത്തരവ് നീതി നിഷേധവും നിയമവിരുദ്ധവുമാണെന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് തന്നെ ഹൈക്കോടതിയിൽ ഹർജി നൽകും. മാനനഷ്ട കേസിൽ നടപടിക്കല്ല കോടതിയെ സമീപിച്ചത്, പകരം സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നതിനാണ് കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അപ്പോൾ ഹൈക്കോടതിയിൽ ആവശ്യപ്പെടുന്നത് സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പോലീസിനോട് കേസെടുക്കാൻ നിർദ്ദേശം നൽകണമെന്നാണ് അൻസിബയുടെ പ്രധാനപ്പെട്ട ആവശ്യം. എന്തായാലും ഇന്ന് തന്നെ ഹൈക്കോടതിയിൽ ഹർജി നൽകുമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. എന്തായാലും അൻസിബ രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് തന്നെയാണ്. നേരത്തെ പോലീസിനെതിരെ കേസ് കൊടുത്തു. ഇപ്പോൾ മജിസ്ട്രേറ്റിന്റെ നടപടിക്ക് എതിരെയാണ് ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. രഞ്ജിത്ത് പറഞ്ഞതുപോലെ തന്നെ അൻസിബ രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് തന്നെയാണ്. അതിന് കൃത്യമായിട്ടുള്ള പിന്തുണയുമുണ്ട്. താരസംഘടനയായ അമ്മയുടെ പ്രശ്നങ്ങൾ സംഘടനയിൽ തന്നെ ഒതുക്കാതെ വീണ്ടും ഇത്തരത്തിൽ നിയമ നടപടികളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. അതിനിടയിൽ ഇന്നലെ ശ്വേതാ മേനോന്റെ ഹർജി പരിഗണിക്കുന്ന വേളയിൽ രമേശ് പിഷാരടി ഈ ഹർജിയിൽ നിന്ന് പിന്മാറുന്നു, അല്ലെങ്കിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനോ കേസുമായി മുന്നോട്ട് പോകുവാനോ താല്പര്യമില്ല എന്ന് രമേശ് പിഷാരടി കോടതിയെ അറിയിച്ചു. താൻ അഡ്ഹോക് കമ്മിറ്റിയുടെ കൺവീനർ സ്ഥാനത്ത് നിന്നും രാജിവെച്ചു. അതോടെ ഇനി തുടർ നടപടികൾക്കൊന്നും താല്പര്യമില്ല, തന്റെ ഹർജി പിൻവലിക്കുന്നു എന്ന് ഹൈക്കോടതി ഇന്നലെ മജിസ്ട്രേറ്റ് കോടതി അറിയിക്കുകയും ചെയ്തു. എന്തായാലും ആ ഹർജി അടുത്ത ദിവസം പരിഗണിക്കുകയും ചെയ്യും. എന്തായാലും താരസംഘടനയുടെ അമ്മയുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസവും ഓരോ പരാതികളും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. അതിനിടയിലാണ് ഈ മാലാ പാർവതി അടക്കമുള്ളവർ ഒരു രജിസ്ട്രാർ ഭരണം കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടൊക്കെ ഒരു കത്തെഴുതുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. അപ്പോൾ എന്തായാലും ഇനി ഒരു ഉടനെ ജനറൽ ബോഡി ഉണ്ടാകുമോ, എന്താണ് ഇതിലൊരു തീരുമാനം, പുതിയ ഭരണസമിതി ഉണ്ടാകുമോ എന്നതിലൊന്നും ഇപ്പോൾ അനിശ്ചിതമായി തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ശരി നവമി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.